ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഉയർന്ന വളർച്ചാ നിരക്ക്, കുറഞ്ഞ പണപ്പെരുപ്പം എന്നിവയിൽ ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാന സർവീസുകൾ മുടങ്ങിയതിൽ ഇൻഡിഗോയോട് വിശദീകരണം തേടി സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. ഗോവയിലെ അർപ്പോറയിലെ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 23 പേർ മരിച്ചു. രാഷ്ട്രത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ധീര സൈനികരോടുള്ള ആദരസൂചകമായി ഇന്ന് സായുധ സേന പതാക ദിനം. അതിർത്തി കടന്നുള്ളത് ഉൾപ്പെടെ എല്ലാ ഭീകരപ്രവർത്തനങ്ങളെയും ശക്തമായി അപലപിച്ച് ഇന്ത്യയും അമേരിക്കയും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ബ്രഹ്മകുമാരിമാരുടെ ഓം ശാന്തി റിട്രീറ്റ് സെന്റർ രജത ജൂബിലി വർഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. റിട്രീറ്റ് സെന്ററിന്റെ 24ാമത് വാർഷിക ദിനാഘോഷങ്ങൾ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. സെന്ററിന്റെ 25 വർഷത്തെ ആത്മീയ സേവനം, ധ്യാന പരിശീലനം, മൂല്യാധിഷ്ഠിത സംരംഭങ്ങൾ എന്നിവയുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഉയർന്ന വളർച്ചാ നിരക്ക്, കുറഞ്ഞ പണപ്പെരുപ്പം എന്നിവയിൽ ഇന്ത്യ ലോകത്തിനു തന്നെ മാതൃകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ സ്വന്തമാക്കിയ 8% GDP വളർച്ച രാജ്യത്തിന്റെ പുരോഗതിയുടെ തെളിവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ അഭിപ്രായപ്പെട്ടു. 8% से ज्यादा की ग्रोथ रेट हमारी प्रगति की नई गति का प्रतिबिंब है. ये सिर्फ नंबर नहीं है, ये स्ट्रॉन्ग मैक्रो इकोनॉमिक सिग्नल है. ये संदेश है कि भारत आज ग्लोबल इकोनॉमी का ग्रोथ ड्राइवर बन रहा है. और हमारे आंकड़े तब है जब ग्लोबल ग्रोथ 3% के आसपास है. യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിച്ച വിമാന സർവീസ് തടസ്സങ്ങൾക്ക് വിശദീകരണം തേടി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻഡിഗോയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അംഗീകൃത ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധി മാനദണ്ഡങ്ങൾ പ്രകാരം മതിയായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൽ എയർലൈൻ പരാജയപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നോട്ടീസിൽ പറഞ്ഞു. കർശനമായ നിരക്ക് പരിധികൾ ഏർപ്പെടുത്തുകയും ഉടനടി റീഫണ്ട് നിർദ്ദേശിക്കുകയും ചെയ്തു. എയർലൈനിന്റെ പ്രവർത്തനം തകരാറിലായത് തുടർച്ചയായ 5ാം ദിവസവും യാത്രക്കാരെ വലച്ച സാഹചര്യത്തിലാണ് നടപടി. ഇന്നലെ മാത്രം 800-ലധികം ഫ്ളൈറ്റുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. വിവിധ മേഖലകളിലായി അടുത്ത 3 ദിവസത്തേക്ക് 89 പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചു. വ്യാപകമായ വിമാന സർവീസ് റദ്ദാക്കലും ശൈത്യകാലത്തെ അധിക തിരക്കും കണക്കിലെടുത്താണ് നടപടി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 2ാം ഘട്ടം ഈ മാസം 11-നും വോട്ടെണ്ണൽ 13-നും നടക്കും. ഇന്ന് സായുധ സേന പതാക ദിനം. രാഷ്ട്രത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ധീര രക്തസാക്ഷികളോടുള്ള ആദരസൂചകമായാണ് എല്ലാ വർഷവും ഡിസംബർ 7 സായുധ സേന പതാക ദിനമായി ആചരിക്കുന്നത്. ജീവിതത്തിന്റെ സുവർണ കാലഘട്ടം രാജ്യസുരക്ഷയ്ക്കായി സമർപ്പിച്ച സായുധ സേനാംഗങ്ങളുടെ വിലപ്പെട്ട സേവനം കൃതജ്ഞതയോടെ സ്മരിക്കുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സന്ദേശത്തിൽ പറഞ്ഞു. ധീര ജവാന്മാരുടെ രാഷ്ട്രസേവനത്തെക്കുറിച്ചും വിമുക്ത ഭടന്മാരെയും ആശ്രിതരെയും കുറിച്ചും ചിന്തിക്കാൻ സായുധ സേനാ പതാക ദിനം അവസരമൊരുക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പതാക ദിന നിധി വിജയിപ്പിക്കണമെന്ന് ഗവർണറും മുഖ്യമന്ത്രിയും അഭ്യർത്ഥിച്ചു. അതിർത്തി കടന്നുള്ളത് ഉൾപ്പെടെ എല്ലാ ഭീകരപ്രവർത്തനങ്ങളെയും ശക്തമായി അപലപിച്ച് ഇന്ത്യയും അമേരിക്കയും. ഐക്യരാഷ്ട്രസഭ, ക്വാഡ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നിവ ഉൾപ്പെടെ ആഗോളതലത്തിൽ ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചു. ഐസിസ്, അൽ-ഖയ്ദ, ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ-ഇ-മുഹമ്മദ് എന്നിവയുമായി ബന്ധമുള്ളവർക്കെതിരെ കൂടുതൽ UN ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഇരുപക്ഷവും ആവശ്യപ്പെട്ടു. ഗോവയിലെ അർപ്പോറയിലെ ഒരു ക്ലബ്ബിൽ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ 23 പേർ മരിച്ചു. അർദ്ധരാത്രിയോടെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്ന് സംശയിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും ക്ലബ്ബിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 50,93 ലക്ഷത്തിലേറെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ ആകെ 99.93% വോട്ടർമാർക്ക് ഫോം ലഭ്യമാക്കി. കേരളത്തിൽ SIR പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം ഈ മാസം 18 വരെ സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,68,25,143 ആയി ഉയർന്നു. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 96.32%. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം SIRന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ആകാശവാണി വാർത്തയോട് പറഞ്ഞു. BLOമാരുടെ പ്രവർത്തനം പ്രശംസനീയമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് നടക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ടർ റോളുകൾ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12 സംസ്ഥാനങ്ങളിലായിട്ട് നടക്കുന്ന ഈ ഒരു എക്സസൈസിൽ കേരളവും ഒരു സംസ്ഥാനമായിട്ട് ഇതിൽ ചെയ്യുന്നുണ്ട്. അതിൽ കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഏകദേശം 21 ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത്. അവരുടെ വോട്ടർ പട്ടികയിലുള്ള അവരുടെ ഡീറ്റെയിൽസ് പരിശോധിക്കാനും അവരുടെ മറ്റുള്ള ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമം നമ്മൾ ഏകദേശം 1 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ക്രിക്കറ്റിൽ 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ അവസാന ഏകദിനത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 39.5 ഓവറിൽ 271 റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നു. യശസ്വി ജയ്സ്വാൾ 116 റൺസ് നേടി പുറത്താകാതെ നിന്നു. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അർദ്ധ സെഞ്ചുറികൾ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. ഈ വിജയത്തോടെ പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കി. ഗുജറാത്തിലെ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ 1,500 കോടിയിലേറെ വരുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് തുടക്കം കുറിക്കും. ഭവന നിർമ്മാണം, അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികളാണ് ഇവ. 881 EWS ഭവനങ്ങൾ, മിനി കായിക സമുച്ചയം എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു. ലഡാക്കിലെ ലേ ജില്ലയിലെ ഷയോക്കിൽ നിരവധി അടിസ്ഥാന സൌകര്യ ഗതാഗത പദ്ധതികൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ തുടങ്ങിയ പദ്ധതികൾ ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും വിദൂര ഗ്രാമങ്ങളിലെ ഗതാഗതം മെച്ചപ്പെടുത്തും. തന്ത്രപരമായി പ്രധാനപ്പെട്ട ഷയോക്ക് തുരങ്കവും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിർമ്മിച്ച നിരവധി പദ്ധതികളും ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. ലോകത്തിലെ അദൃശ്യമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള യുനെസ്കോയുടെ 20ാമത് ഇന്റർ ഗവൺമെന്റൽ സമിതി സമ്മേളനത്തിന് നാളെ ചുവപ്പുകോട്ടയിൽ തുടക്കം. ഈ മാസം 13 വരെ നീണ്ടുനിൽക്കുന്നതാണ് പരിപാടി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയാകും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം. ഇതാദ്യമായാണ് ഇന്ത്യ യുനെസ്കോ പാനലിന്റെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. പഞ്ചാബ് അതിർത്തിയിൽ നടത്തിയ ഓപ്പറേഷനുകളിലൂടെ BSF 3 പാകിസ്ഥാൻ ഡ്രോണുകൾ നിർവീര്യമാക്കി. 2 പാക്കറ്റ് ഹെറോയിൻ കണ്ടെടുത്തതായും BSF പഞ്ചാബ് ഫ്രോണ്ടിയർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മറ്റൊരു ഓപ്പറേഷനിൽ ഫിറോസ്പൂരിലെ ശങ്കത്ര ഗ്രാമത്തിനടുത്തുള്ള കൃഷിയിടത്തിൽ നിന്ന് 1 കിലോഗ്രാം ഹെറോയിൻ കണ്ടെത്തി. വിഖ്യാത ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസൂലോഫ് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിന്റെ ജൂറി ചെയർപേഴ്സൺ ആയി പ്രവർത്തിക്കും. കഴിഞ്ഞ വർഷത്തെ കാൻ ചലച്ചിത്രമേളയിൽ 4 പുരസ്കാരങ്ങൾ നേടിയ ദ സീഡ് ഓഫ് ദ സേക്രഡ് ഫിഗ് ഉൾപ്പെടെ 4 ചിത്രങ്ങളിലൂടെ 8 പുരസ്കാരങ്ങൾ കാൻ മേളയിൽ നിന്ന് തന്നെ നേടിയ അപൂർവം സംവിധായകരിൽ ഒരാളാണ് റസൂലോഫ്. കൊല്ലം കുരീപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. 10 ബോട്ടുകൾ കത്തിനശിച്ചു. ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീകെടുത്താൻ ശ്രമം പുരോഗമിക്കുകയാണ്. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉയർന്ന വളർച്ചാ നിരക്ക്, കുറഞ്ഞ പണപ്പെരുപ്പം എന്നിവയിൽ ഇന്ത്യ ലോകത്തിനു തന്നെ മാതൃകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാന സർവീസുകൾ മുടങ്ങിയതിൽ ഇൻഡിഗോയോട് വിശദീകരണം തേടി സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. ഗോവയിലെ അർപ്പോറയിലെ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 23 പേർ മരിച്ചു. രാഷ്ട്രത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ധീര സൈനികരോടുള്ള ആദരസൂചകമായി ഇന്ന് സായുധസേന പതാക ദിനം. അതിർത്തി കടന്നുള്ളത് ഉൾപ്പെടെ എല്ലാ ഭീകരപ്രവർത്തനങ്ങളെയും ശക്തമായി അപലപിച്ച് ഇന്ത്യയും അമേരിക്കയും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.